நாங்கள் திருச்சியிலேருந்து வரோம். எங்கள் ஃபார்ம் பேர் வந்து RVR. നമസ്കാരം സുഹൃത്തുക്കളെ, ഡ്രീം ഫ്രെയിം ഹണ്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാൽക്കാലി ചന്തയാണ് അന്തിയൂരിൽ നടക്കുന്നത്. തെക്കേ ഇന്ത്യയിലെ പ്രശസ്തരായ എല്ലാ കുതിരകളും 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി ഇവിടെ എത്താറുമുണ്ട്. അന്തിയൂർ കുതിരച്ചന്തയിലാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഇത്രയും അധികം കുതിരകളെയും കന്നുകാലികളെയും കാണുന്നത്. അവിടെ എത്തിയാൽ പിന്നെ 3 ദിവസത്തെ പരിപാടി കഴിയും വരെയും അവിടെ തന്നെ അങ്ങ് കൂടണം എന്ന് തോന്നിപ്പോകും കേട്ടോ. പക്ഷേ ഒരു കാര്യം പറയാതെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ചൂട്, കാറ്റ്, പൊടി, ഇത് 3ഉം കൂടി ചേർന്ന് നമ്മളെ ഒരു പരുവാകും. ഒറ്റ ദിവസമേ നിന്നുള്ളൂ എങ്കിലും എത്ര ലിറ്റർ വെള്ളം കുടിച്ചു എന്ന് ചോദിച്ചാൽ അതുപോലും ഓർമ്മയില്ല. അത്രയ്ക്ക് ദാഹമായിരുന്നു. ഭക്ഷണത്തിനും വെള്ളത്തിനുമൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പല വെറൈറ്റി ജ്യൂസുകളും തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒരു ഐറ്റം, അത് പൊളിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആയിരുന്നു അത്. അതും 3-4 ഗ്ലാസ് അകത്താക്കി. പല ഇനത്തിൽപ്പെട്ട നായ്ക്കളും ഇവിടെയുണ്ട്. എല്ലാം ഇന്ത്യൻ ബ്രീഡുകൾ മാത്രം. ഇവിടെ ഓരോ ഫാമിനും പ്രത്യേക ഷെഡുകളുണ്ട്. അവരുടെ കുതിരകളെ മാത്രമേ അവിടെ നിർത്തുകയുള്ളൂ. ഈ കുതിരകളെയെല്ലാം പരിപാലിക്കുവാനായി നിരവധി ജോലിക്കാരും ഇവിടെയുണ്ട്. ഒരുപാട് പ്രായമേറിയ കുതിരകളെ ഒന്നും ഇവിടുത്തെ ഷോയിൽ പങ്കെടുപ്പിക്കുവാനായി എത്തിക്കാറില്ല. എല്ലാം ചെറുപ്പം കുതിരകൾ തന്നെ ആയിരിക്കും. കുതിരകളെ ബ്രഷ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രഷ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ദേഹത്തുള്ള അഴുക്കും പൊടിയുമെല്ലാം തൂത്ത് കളഞ്ഞില്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാണ് എപ്പോഴും ബ്രഷ് ചെയ്ത് അഴുക്ക് ദേഹത്തു നിന്ന് കളയുന്നത്. കുതിരയുടെ ശരീരത്തിലെ രക്തയോട്ടം കൂടുവാനും ബ്രഷിംഗ് നന്നായി സഹായിക്കും. ഈ കന്നുകാലി കുട്ടികളെയും വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നവയാണ്. ഇവയെല്ലാം ഡാൻസിങ് കുതിരകളാണ്. അടുത്ത വീഡിയോയിൽ ഇവരുടെ ഡാൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ 3 ദിവസവും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കം പ്രായഭേദമന്യേ ഇവിടെ എല്ലാവരും എത്തുന്നുമുണ്ട്. നിങ്ങൾക്കിവിടെ അന്തിയൂർ കുതിരച്ചന്ത കാണാൻ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ വളരെ കുറച്ച് ലോഡ്ജുകൾ മാത്രമേ ഉള്ളൂ. തലേ ദിവസം തന്നെ നേരത്തെ എത്തിയാൽ നിങ്ങൾക്ക് റൂം ലഭിക്കും. പരിപാടികൾ തുടങ്ങുന്ന ദിവസം മുതൽ റൂം ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾക്കൊരു റൂം ലഭിച്ചത്. ഞാൻ ആദ്യ ദിവസത്തെ പരിപാടി കണ്ട് അന്ന് രാത്രി തന്നെ അവിടെ നിന്നും മടങ്ങി. സെക്രട്ടറിയെയും അമ്പാടിയും 2 ദിവസത്തെ പരിപാടികൾ കണ്ടതിന് ശേഷമാണ് അവിടുന്ന് മടങ്ങിയത്.
ഇവിടെ പല ബ്രീഡുകളിലുള്ള ആടുകളും എല്ലാം ലഭ്യമാണ് കേട്ടോ. എനിക്ക് ഈ കന്നുകാലികളുടെ ബ്രീഡുകളൊന്നും അറിയില്ല, എന്നിരുന്നാലും ഇവയൊക്കെ നല്ല വിലയുള്ള ബ്രീഡുകൾ തന്നെയാണ്. ഇവനാണ് ബില്ലു. RVR സ്റ്റേബിൾസിന്റെ ഉടമസ്ഥതയിലുള്ള ബില്ലുവിന് സ്റ്റഡിംഗ് ചാർജ് വരുന്നത് 40,000 രൂപയാണ്. ഇവനാണ് രാജു. ഇൻഡിജീനിയസ് ഹോഴ്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2021 നടന്ന പരിപാടിയിൽ ചാമ്പ്യൻ ആയിരുന്നു രാജു. ഇവനും RVR സ്റ്റേബിൾസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. രാജുവിനിപ്പോൾ 30,000 രൂപയാണ് സ്റ്റഡിംഗ് ചാർജായി വാങ്ങുന്നത്. வணக்கம் பிரதர், என் பேர் வேலு. நாங்கள் திருச்சியிலேருந்து வரோம். எங்கள் ஃபார்ம் பேர் வந்து RVR, எங்கள் ஓனர் பேர் வந்து ராம் பிரபு. இது வந்து ஸ்டாலின் வந்து ராஜு அப்லட். நாங்கள் எல்லா வருஷமும் அங்கே வந்துக்கிட்டு இருக்கோம். லாஸ்ட் இயர்ஸில் கொரோனா பீரியடுக்கு முன்னாடி சந்தை நடத்தினாங்க. அப்போ வந்து அந்த லாஸ்ட் வந்து அந்த ஷோவில் வந்து நாங்கள் வந்து ஸ்டாலின் 2 போட்டிருந்தேன். ஒரே ஸ்டாலின் கேட்டகரியில் 2 ஸ்டாலின் போட்டிருந்தோம் ஸ்டாலினில். அதில் ஃபஸ்ட்டு ப்ரைஸும் செகண்ட் ப்ரைஸும் வந்துச்சு. அது வந்து ரொம்ப எங்களுக்கு பெருமையான விஷயம். ஸ்டாலின் ரிங்குங்கிறது ரொம்ப டஃப்பான காரணம். அதுலேயே வந்து நம்ம வந்து ஃபஸ்ட்டு செகண்டுன்னு வாங்குறது ரொம்ப பெரிய விஷயம். அது வந்து எனக்கும் ரொம்ப சந்தோஷமாக இருந்துச்சு. அதே மாதிரி எங்கள் ஃபார்மருக்கு, எங்கள் ஓனருக்கு எல்லாத்துக்குமே ரொம்ப சந்தோஷமாக இருந்துச்சு. இந்த வருஷமும் இன்னும் நான் போடலான்ட்டு ஐடியா பண்ணியிருக்கேன் இன்றைக்கி. இப்போ லாஸ்ட் இயர்ஸாக 2 இயர்ஸாக வந்து இப்போ தான் சாம்பியன் தமிழ்நாட்டில். ரொம்ப நல்ல அருமையான ஸ்டைல், நல்லா ப்ராடக்ட்ஸை பண்ணிக்கிட்டு இருக்கான், நல்லா குட்டி கொடுத்துக்கிட்டு இருக்கான். நம்ம எங்களோட ஃபார்மோட அடுத்த ஹீரோ வந்தான். அதனால் எல்லாம் சூப்பராக ரெடி பண்ணி வச்சுருக்கேன். ரொம்ப எனக்கும் பிடிச்சது நம்ம எங்கள் ஃபார்மோட ஹீரோ. ரொம்ப சூப்பரான அனிமல். ரொம்ப எதிர்பார்த்துருக்கேன். இந்த வருஷமும் அடிச்சிருவான்னு ஒரு நம்பிக்கையில் வச்சுருக்கேன். ட்ரை பண்ணி பார்ப்போம். രാജുവിനൊപ്പം ഈ ഷെഡിൽ നിൽക്കുന്നതെല്ലാം നല്ല സൂപ്പർ കുതിരകളാണ്. രാജുവിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് നമ്മൾ കുറച്ചു മുമ്പ് പരിചയപ്പെടുത്തിയ ബില്ലു. ഇവനാണ് ഏക്താര. ഇബ്രാഹിം ഫാംസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇവൻ. ഇപ്പോൾ ഇവന് 4.5 വയസ്സ് പ്രായമുണ്ട്. 31,000 രൂപയാണ് ഇവന് സ്റ്റഡിംഗ് ചാർജായി വാങ്ങുന്നത്. ഈ നൊക്രയും ഇബ്രാഹിം ഫാംസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഹൈദർ എന്നാണ് ഇവന്റെ പേര്. ഏക്താരയെ RVR സ്റ്റേബിൾസിൽ നിന്നും ഇബ്രാഹിം ഫാംസ് മോഹവില നൽകി സ്വന്തമാക്കിയ ഒരു കുതിരയാണ്. നല്ല ഭംഗിയുള്ളൊരു കുതിര കൂടിയാണ് ഏക്താര. അല്പം കുസൃതികളൊക്കെ ആർക്കാണില്ലാത്തത്. ഈ കുതിരകളെല്ലാം പല ഫാമുകളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. പലതും മോഹവിലയ്ക്കും വിറ്റുപോകുന്നുണ്ട്.
നല്ല അഴകൊത്ത കാളകളും ഇവിടെയുണ്ട്. ഈ പറഞ്ഞ കാളകളും മോഹവിലയ്ക്കാണ് വിറ്റുപോകുന്നത്. ചെറിയ കുതിരകളൊക്കെ തരക്കേടില്ലാത്ത റേറ്റിന് വിറ്റുപോകും. എന്നിരുന്നാലും ഒരു 30,000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ടി വരും. ഈ കുതിരയെ കണ്ടില്ലേ? ഇവയുടെ മുഖത്ത് വന്നിരിക്കുന്ന കറുപ്പ് നിറം കാരണം ഇവയെ നൊക്ര എന്ന് പറയാൻ പറ്റില്ല. ഇവർ പ്യുവർ വൈറ്റ് കുതിരകളല്ല. ഇത് ഒരു കുട്ടി കുതിരയാണ്. ഇവൻ ആളല്പം പിശകാണ് എന്ന് തോന്നിയതുകൊണ്ട് അധിക നേരം അവന്റെ മുമ്പിൽ നിന്നില്ല. ഇവൻ ഒരു വെറൈറ്റി കളറാണ്. ഈ ചന്തയുടെ ഒരു ഭാഗം മുഴുവൻ കന്നുകാലികളാണ്. വിവിധ ബ്രീഡുകളിലുള്ള കന്നുകാലികൾ ഇവിടെയുണ്ട്. പോണികളൊക്കെ ഒരു 10,000 രൂപ മുതലുള്ള വിലയ്ക്ക് ഇവിടെ ലഭിക്കും. ഞാൻ ഇവന്റെ റേറ്റ് അല്ല പറയുന്നത് കേട്ടോ. ഓരോ കുതിരകളുടെയും പേര് അവർ നിൽക്കുന്ന ഷെഡുകളിൽ ഇതുപോലെ വെച്ചിട്ടുണ്ടാകും. ഇവനായിരുന്നു ഇത്തവണ അന്തിയൂർ മേളയിലെ ചാമ്പ്യൻ. ഇത് നൊക്രയാണ്, പ്യുവർ വൈറ്റ്. RVR സ്റ്റേബിൾസിന്റെ രാജുവിനെ ഒന്ന് പുറത്തിറക്കി. ഇങ്ങനെ ഗ്രൗണ്ടിലെ തിരക്ക് കുറയുന്നതനുസരിച്ച് കുതിരകളെ ഗ്രൗണ്ടിലേക്ക് ഇറക്കാറുണ്ട്.
ഈ ഭാഗത്ത് ഗ്രൗണ്ടിൽ കുതിരകൾക്കും അതിനെ പരിപാലിക്കുന്നവർക്കും മാത്രമേ അകത്തേക്ക് പ്രവേശിക്കുവാൻ പറ്റൂ. ആ സമയം വലിയ തിരക്കില്ലാത്തതിനാലാണ് അവർ എന്നെ അകത്ത് കയറ്റിയത്. പല TV ചാനലുകളും ഇന്റർവ്യൂ എടുക്കുന്നതിനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാജുവിനെ സ്ഥിരമായി പരിപാലിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ അടുത്തേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ അവൻ്റെ അടുത്തെത്തിയാൽ അവൻ നല്ല പണി വെച്ചു കൊടുക്കും. ഇവർ 3 പേരുമാണ് രാജുവിനെ സ്ഥിരമായി പരിപാലിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് അവൻ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടു പോകും. வணக்கம், நாங்கள் திருச்சியிலேருந்து வந்திருக்கோம். நாங்கள் எங்கள் ஃபார்ம் பேர் வந்து ஆர்விஆர் இருக்கோம். கிட்டத்தட்ட ஒரு 4 வருஷமாக 5 வருஷம் தான் நடக்கலை. ഇവൻ്റെ പേര് പ്രിൻസ് എന്നാണ്. പ്രിൻസിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും 1000 നന്ദി. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ കൂടി ഒന്ന് പരിഗണിക്കണേ. നന്ദി, നമസ്കാരം.